മത്സ്യത്തൊഴിലാളികളെ കാണാതായി ഒരാഴ്ച പിന്നിട്ടിട്ടും കാര്യക്ഷമമായി ഇടപെടാത്ത UDF സർക്കാരിനെതിരെ ശക്തമായ വിമർശനമാണ് ഉയർന്നത്. ശാസ്ത്രീയമായ തെരച്ചിൽ നടത്തുന്നില്ല എന്ന് മാത്രമല്ല, മത്സ്യത്തൊഴിലാളികളെ അവഹേളിക്കുന്ന പ്രസ്താവനകളാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. മത്സ്യമേഖല ദുരന്തങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്നത് ഇതാദ്യമല്ല. ഓഖിയും പ്രളയവും വന്നപ്പോൾ അന്നത്തെ സർക്കാരും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാരുമെല്ലാം മത്സ്യത്തൊഴിലാളികളെ ഹൃദയത്തോടെ ചേർത്തുപിടിച്ചു. മത്സ്യത്തൊഴിലാളികളെ കേരളത്തിന്റെ സൈന്യമെന്നാണ് അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിശേഷിപ്പിച്ചത്. തങ്ങളുടെ ജോലിയെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല, വരുമാനത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല, കുടുംബത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. കുറെ ആളുകൾ അപകടത്തിൽപ്പെട്ട് കഴിയുന്നു. ആ അപകടത്തിൽപ്പെട്ടവരെ സംരക്ഷിക്കണം, അത് എൻ്റെ സഹോദരനാണ് എന്ന ചിന്തയോടെയാണ് മത്സ്യത്തൊഴിലാളികൾ ചാടിയിറങ്ങിയത്. നിങ്ങൾക്ക് ഈ കേരളത്തിലെ ധീരരായ മത്സ്യത്തൊഴിലാളികൾക്ക് കേരളത്തിൻ്റെതായ ബിഗ് സല്യൂട്ട് ഞാൻ ഈ ഘട്ടത്തിൽ അർപ്പിക്കുക. UDF മന്ത്രിസഭയുടെ രൂപീകരണ സമയത്ത് തന്നെ മത്സ്യബന്ധന വകുപ്പിനെ ചൊല്ലി തർക്കം രൂക്ഷമായിരുന്നു. വിഷയം UDF നേതാക്കൾ സാമുദായികവൽക്കരിച്ചു. ഇതിന്റെയെല്ലാം പ്രതിഫലനം ഈ ദുരന്തകാലത്തുമുണ്ടായി. ഫിഷറീസ് മന്ത്രി അബ്ദുൾ ഗഫൂർ ഇതുവരെ വിഴിഞ്ഞത്തോ മുതലപ്പുഴയിലോ നീണ്ടകരയിലോ എത്തിയിട്ടില്ല. ഈ പ്രദേശങ്ങളിലേക്ക് VD സതീശൻ അയച്ചത് മന്ത്രിമാരായ CP ജോണിനെയും ഷിബു ബേബി ജോണിനെയുമാണ്. മന്ത്രിമാരുടെ വാക്കുകളിൽ മത്സ്യത്തൊഴിലാളികളോടുള്ള സമീപനം എന്തെന്ന് വ്യക്തമാണ്. ഞാൻ അതൊക്കെ ചെയ്യാൻ ഇതൊക്കെ നമുക്കറിയാമല്ലോ, തീരപ്രദേശത്ത് പഴയ മുഖ്യമന്ത്രി പോയത് ഓർമ്മയുണ്ടല്ലോ, അത് നമുക്കറിയാമല്ലോ. തീരപ്രദേശത്ത് അല്ല ഞാൻ പറഞ്ഞത് ഞാൻ പരിശോധിക്കുന്നുണ്ട്. സാധാരണ നിങ്ങൾക്കറിയാം, ചിലപ്പോൾ കടലിലൊക്കെ പോയാൽ ചിലപ്പോൾ കിട്ടാൻ ദിവസങ്ങൾ എടുക്കാറുണ്ട് ചില സന്ദർഭങ്ങളിൽ. UDF മന്ത്രിസഭ നിഷ്ക്രിയത്വവും കെടുകാര്യസ്ഥതയും തുടരുമ്പോൾ 2 മാസങ്ങൾക്കുള്ളിൽ കേരളത്തിലുണ്ടായ മാറ്റം സംസ്ഥാനത്തിന്റെ മത്സ്യമേഖലയിൽ പ്രകടമാണ്. ന്യൂസ് ഡെസ്ക്.